എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വില കൂടിയതോടുകൂടി വെളിച്ചെണ്ണയിലെ മായവും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണയിലെ മായം കണ്ടുപിടിക്കേണ്ട വഴികൾ എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. എന്നാൽ വിപണിയിൽ ലഭിക്കുന്ന പല ബ്രാൻഡുകളിലും മായം കലരുവാൻ സാധ്യതയുണ്ട്. പാരാഫിൻ വാക്സോ കെമിക്കലുകളോ ചേർത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആരോഗ്യത്തിന് ഇത് ദോഷകരമാണ്. വെളിച്ചെണ്ണയിലെ മായം വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ കണ്ടെത്താമെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഫ്രിഡ്ജ് ടെസ്റ്റ് ആണ്. ഇത് ഏറ്റവും എളുപ്പ വഴിയാണ്. ഒരു കുപ്പിയിൽ അല്പം വെളിച്ചെണ്ണ എടുത്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ പൂർണ്ണമായിട്ടും കട്ടിയാകുന്നതാണ്. എന്നാൽ മായം കലർന്നതാണ് എങ്കിൽ എണ്ണയ്ക്ക് മുകളിൽ മറ്റൊരു പാളിയായിട്ട് നിറവ്യത്യാസമുള്ള ദ്രാവകം കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് വെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണമാണ്. അല്പം വെളിച്ചെണ്ണയിൽ ചെറിയൊരു കഷ്ണം ശുദ്ധമായിട്ടുള്ള വെണ്ണ ചേർക്കേണ്ടതാണ്. എണ്ണയുടെ നിറം ചുവപ്പായി മാറുന്നുണ്ടെങ്കിൽ അതിൽ മാരകമായിട്ടുള്ള കെമിക്കലുകളോ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കാവുന്നതാണ്. വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ വെള്ളത്തിൽ ലയിക്കാതെ മുകളിൽ ഒരു പാളിയായിട്ട് നിൽക്കുന്നതാണ്. മായം ചേർത്ത എണ്ണയാണ് എങ്കിൽ അത് വെള്ളത്തിൽ കലരുന്നതായിട്ട് കാണാവുന്നതാണ്. മറ്റൊരു വഴിയാണ് പേപ്പർ ടെസ്റ്റ്. ഒരു വെള്ള പേപ്പറിൽ അല്പം എണ്ണ ഒഴിച്ച് വയ്ക്കേണ്ടതാണ്. എണ്ണ പേപ്പറിലേക്ക് നന്നായിട്ട് പടരുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമാണ്. എന്നാൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് എങ്കിൽ മായം ചേർന്നെന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. മറ്റൊരു വഴിയാണ് ചൂടാക്കി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ച് 1 മിനിറ്റ് ചൂടാക്കുക. മായം കലർന്ന എണ്ണയാണ് എങ്കിൽ ചൂടാക്കുമ്പോൾ കരിഞ്ഞ മണമോ രൂക്ഷഗന്ധമോ ഉണ്ടാവുന്നതാണ്. മറ്റൊരു വഴിയാണ് ഗന്ധവും സ്പർശനവും മുഖേന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയ്ക്ക് നാളികേരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സുഗന്ധം ഉണ്ടാവുന്നതാണ്. രൂക്ഷഗന്ധം മായത്തിൻ്റെ ലക്ഷണമാണ്. മറ്റൊരു വഴി എന്ന് പറയുന്നത് ചർമ്മം കൊണ്ടുള്ള പരിശോധനയാണ്. കൈകളിൽ വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ അത് പെട്ടെന്ന് ചർമ്മത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും മൃദുത്വം നൽകുകയും വേണ്ടതാണ്. ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് വ്യാജ വെളിച്ചെണ്ണ ആണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.